നമസ്കാരം, ഞാൻ ജെമി ജോൺ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസ് ലോഗോ പ്രകാശനത്തിൽ പങ്കെടുത്തു. ഒക്ടോബർ 22 മുതൽ 30 വരെ ബഹ്റൈനിൽ റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിൽ നടക്കുന്ന മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിന്റെ ലോഗോ പ്രകാശന ചടങ്ങിൽ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫ പങ്കെടുത്ു. രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിൽ നടക്കുന്ന ഗെയിംസ് ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് നന്ദി രേഖപ്പെടുത്തി. കായിക വികസനത്തിന് പിന്തുണ നൽകിയതിന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയ്ക്കും ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് നന്ദി പറഞ്ഞു. യുവാക്കളെയും കായിക വിനോദങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഹ്യൂമാനിറ്റേറിയൻ വർക്കുകളുടെയും യുവജന കാര്യങ്ങളുടെയും പ്രതിനിധിയായ ഹിസ് ഹൈനസ് ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയുടെ ശ്രമങ്ങളെ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അഭിനന്ദിച്ചു. ഐക്യവും സമാധാനവും വർദ്ധിപ്പിക്കാൻ സ്പോർട്സ് ഉപയോഗിക്കാനുള്ള ബഹ്റൈന്റെ പ്രതിബദ്ധത ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് എടുത്തു പറഞ്ഞു. ഗെയിംസ് ബഹ്റൈനെ ഏൽപ്പിച്ചതിന് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയോട് ഹിസ് ഹൈനസ് നന്ദി പറഞ്ഞു. ഗെയിംസിന്റെ ചരിത്രവും ബഹ്റൈന്റെ സാംസ്കാരിക നേട്ടങ്ങളും അടങ്ങിയ വീഡിയോയും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. അറബിക് ലിപി, ഒളിമ്പിക് നിറങ്ങൾ, സൂര്യന്റെ ചിഹ്നം എന്നിവ സംയോജിപ്പിച്ച് ബഹ്റൈന്റെ വ്യക്തിത്വവും ഉൾക്കൊള്ളലും പ്രതിഫലിപ്പിക്കുന്ന ലോഗോയാണ് അനാച്ഛാദനം ചെയ്തത്. ബഹ്റൈൻ നാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ 21 കായിക ഇനങ്ങളും 207 മത്സരങ്ങളും 15 വേദികളിലായി 45 രാജ്യങ്ങളിൽ നിന്നുള്ളവരും പങ്കെടുക്കുന്ന പരിപാടിയാണ് എന്ന് ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി സെക്രട്ടറി ജനറൽ ഫാരിസ് മുസ്തഫ അൽ കുഹേജി പറഞ്ഞു. ബഹ്റൈനിലെ ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധിയെ ആരോഗ്യമന്ത്രി സ്വീകരിച്ചു. ബഹ്റൈനിലെ ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധിയായി സ്ഥാനമേൽക്കുന്ന ഡോക്ടർ തസ്നീം അദാത്രയെ ആരോഗ്യമന്ത്രി ഡോക്ടർ ജലീല ബിന്ത് അൽ സയ്യിദ് ജവാദ് ഹസൻ സ്വീകരിച്ചു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിലും ആരോഗ്യ പദ്ധതികളും സംരംഭങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ശ്രദ്ധേയമായ നേട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ബഹ്റൈനിലെ ഡോക്ടർ അദാത്രയുടെ സംഭാവനകളെ മന്ത്രി അഭിനന്ദിച്ചു. ആരോഗ്യ മേഖലയിൽ സുപ്രധാന നേട്ടങ്ങൾ കൈവരിച്ച ലോകാരോഗ്യ സംഘടനയുമായുള്ള ബഹ്റൈന്റെ പങ്കാളിത്തം ഡോക്ടർ ജലീല എടുത്തു പറഞ്ഞു. ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും സുസ്ഥിരമായ സമഗ്രമായ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. എല്ലാവർക്കും ആരോഗ്യത്തോടുള്ള ബഹ്റൈന്റെ പ്രതിബദ്ധത ആവർത്തിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ ശ്രമങ്ങൾക്ക് മന്ത്രാലയത്തിന്റെ സഹകരണത്തിനും പിന്തുണയ്ക്കും ഡോക്ടർ അദാത്ര നന്ദി പറഞ്ഞു. പങ്കിട്ട ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും കൈവരിക്കുന്നതിലെ ബഹ്റൈന്റെ കമ്മ്യൂണിറ്റി പങ്കാളിത്തത്തെയും ഇന്റർസെക്ടറൽ സഹകരണത്തെയും അവർ അഭിനന്ദിച്ചു. രാജ്യത്തിന്റെ പുരോഗതിയും സമൃദ്ധിയും തുടരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. മൂന്നാമത് ദേശീയ സെലിബ്രേഷൻസ് ഇനിഷ്യേറ്റീവിൽ പങ്കെടുക്കുന്ന വാണിജ്യ സ്റ്റോറുകൾക്ക് വ്യവസായ മന്ത്രാലയം അവാർഡ് നൽകി. വ്യവസായ വാണിജ്യ മന്ത്രാലയം ആരംഭിച്ച ദേശീയ സംരംഭത്തിൽ പങ്കെടുക്കുകയും പ്രയോജനം നേടുകയും ചെയ്ത ഉപഭോക്തൃ സംരക്ഷണ ഡയറക്ടറേറ്റ് പ്രതിനിധീകരിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങൾക്ക് വ്യവസായ വാണിജ്യ മന്ത്രി അബ്ദുള്ള ബിൻ ആദൽ ഫക്രോ അവാർഡുകൾ നൽകി. ബഹ്റൈൻ അവധിക്കാലത്തും രാജ്യത്തിന്റെ 2024 ആഘോഷങ്ങളിലും വാണിജ്യ മേഖലയ്ക്കുള്ള അവരുടെ പരിശ്രമങ്ങൾക്കും പിന്തുണയ്ക്കുമുള്ള അംഗീകാരമാണ് അവാർഡുകൾ. കൂടാതെ 2024 ഡിസംബറിൽ ആരംഭിച്ച പ്രൊമോഷണൽ ക്യാമ്പയിനുകൾക്കുള്ള ഫീസ് ഒഴിവാക്കലും വാണിജ്യ കിഴിവുകൾ നീട്ടലും ദേശീയ സംരംഭത്തിൽ ഉൾപ്പെടുന്നു. പ്രൊമോഷണൽ ക്യാമ്പയിനുകൾക്കും വാണിജ്യ കിഴിവുകൾക്കുമായി 1210 ലൈസൻസുകൾ നൽകിയതിനാൽ 2023 അപേക്ഷിച്ച് ഏകദേശം 10% വർധനയുള്ളതിനാൽ കിങ്ഡത്തിന്റെ ഷോപ്പ് ഉടമകളിൽ നിന്നും വാണിജ്യ സമുച്ചയങ്ങളിൽ നിന്നും നാഷണൽ ഇനിഷ്യേറ്റീവ് മികച്ച പങ്കാളിത്തം ലഭിച്ചു. ദേശീയ പരിപാടികളിൽ വാണിജ്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിലും അവധിക്കാല ഷോപ്പിംഗ് പ്രസ്ഥാനം വർദ്ധിപ്പിക്കുന്നതിലും പ്രാദേശിക വിപണികളുടെ സ്ഥിരത ഉറപ്പാക്കുന്നതിലും ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ സംരംഭം. വാണിജ്യ മേഖലയുടെ നിയന്ത്രണം ഉറപ്പാക്കാനും സമഗ്രതയും നീതിയും പുലർത്തുന്ന ഒരു വാണിജ്യ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിനായി 1993 മന്ത്രിതല പ്രമേയം നമ്പർ 1 അനുസരിച്ച് പ്രൊമോഷണൽ ക്യാമ്പയിനുകൾക്കും വാണിജ്യ കിഴിവുകൾക്കും സമ്മാന നറുക്കെടുപ്പുകൾക്കും ആവശ്യമായ ലൈസൻസുകൾ ഉപഭോക്തൃ സംരക്ഷണ ഡയറക്ടറേറ്റ് നൽകുന്നത് തുടരുന്നു. രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ US പ്രസിഡന്റിന് അഭിനന്ദനങ്ങൾ അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് അമേരിക്കൻ പ്രസിഡന്റ് ഹിസ് എക്സലൻസി ഡൊണാൾഡ് ട്രംപിനെ ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ടെലിഫോണിൽ അഭിനന്ദനം അറിയിച്ചു. US-നെ കൂടുതൽ പുരോഗതിയിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുന്നതിൽ വിജയിച്ചതിന് ഹിസ് മജസ്റ്റി ദ കിങ് പ്രസിഡന്റ് ട്രംപിന്
ആത്മാർത്ഥമായ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചു. വിവിധ ഡൊമെയിനുകളിൽ ബഹ്റൈനും യുഎസും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനുള്ള തന്റെ പ്രതിബദ്ധത ഹിസ് മജസ്റ്റി കിങ് ഊന്നി പറഞ്ഞു. പരസ്പര താൽപര്യങ്ങൾ നിറവേറ്റുന്നതിനായി സംയുക്ത സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ബഹ്റൈന്റെ പ്രതിബദ്ധത ഹിസ് മജസ്റ്റി എടുത്തു പറഞ്ഞു. രാജാവ് യുഎസ് സമ്പദ്വ്യവസ്ഥയുടെ മുൻനിര ആഗോള നിരകളെയും അന്താരാഷ്ട്ര സാമ്പത്തിക വളർച്ചയിൽ അതിന്റെ നല്ല സ്വാധീനത്തെയും അഭിനന്ദിച്ചു. പ്രസിഡന്റ് ട്രംപ് അഭിനന്ദനങ്ങൾക്ക് രാജാവിനോട് നന്ദി രേഖപ്പെടുത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധത്തെ അഭിനന്ദിക്കുകയും താൻ പ്രസിഡന്റായിരിക്കുമ്പോൾ ഈ ബന്ധങ്ങൾ കൂടുതൽ വികസിപ്പിക്കാനുള്ള വ്യഗ്രത പ്രകടിപ്പിക്കുകയും ചെയ്തു. മിഡിൽ ഈസ്റ്റിൽ സുരക്ഷയും സുസ്ഥിരതയും ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും പിന്തുണ നൽകുന്നതിനായി പ്രാദേശികവും ആഗോളവുമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ പ്രാധാന്യവും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. കൊല്ലം പ്രവാസി അസോസിയേഷൻ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. കൊല്ലം പ്രവാസി അസോസിയേഷൻ ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. രാവിലെ KPA ആസ്ഥാനത്ത് പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ദേശീയ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് മധുര വിതരണം നടത്തി. ചടങ്ങിൽ KPA ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രഭുത്തൻ, KPA ട്രഷറർ മനോജ് ജമാൽ, KPA സെക്രട്ടറി രജീഷ് പട്ടാഴി, സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായ കിഷോർ കുമാർ, സജീവ് ആയൂർ, രഞ്ജിത്ത് ആർ പിള്ള, സജി കുളത്തിങ്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ബഹ്റൈൻ കേരളീയ സമാജം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന്റെയും ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി മാറിയതിന്റെയും സ്മരണ പുതുക്കിക്കൊണ്ട് ബഹ്റൈൻ കേരളീയ സമാജം 76ാം റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു. സമാജം അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ പതാക ഉയർത്തുകയും റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്തു. സ്വാതന്ത്ര്യം, നീതി, സമത്വം എന്നിവയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിനൊപ്പം രാജ്യത്തിന്റെ കെട്ടുറപ്പ് തകരാതെ കാക്കുന്നതിൽ ഭരണഘടന വഹിക്കുന്ന പങ്ക് ബോധ്യപ്പെടുന്നതുമാണ് റിപ്പബ്ലിക് ദിനത്തിൽ മഹത്വമെന്ന് അദ്ദേഹം പറഞ്ഞു. സമാജം ട്രഷറർ ദേവദാസ് കുന്നത്ത്, മുതിർന്ന സമാജം അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ബഹ്റൈൻ വളാഞ്ചേരി കൂട്ടായ്മ BVK കണക്ട് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ബഹ്റൈൻ വളാഞ്ചേരി കൂട്ടായ്മ BVK കണക്ട് എന്ന ആഘോഷ പരിപാടി കലവറ പാർട്ടി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. 150ഓളം അംഗങ്ങൾ പങ്കെടുത്ത പരിപാടിക്ക് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾക്ക് പുറമെ ബഹ്റൈനിലെ പ്രശസ്തരായ കലാകാരന്മാരുടെ നൃത്തങ്ങൾ, ഗാനമേള തുടങ്ങിയവ ഉണ്ടായിരുന്നു. വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയ കലാവിരുന്നിന് ശേഷം വിഭവസമൃദ്ധമായ രാത്രി ഭക്ഷണവും ഒരുക്കിയിരുന്നു. പരിപാടിയിലെ പ്രധാന അതിഥിയായി എത്തിച്ചേർന്ന പ്രമുഖ സീരിയൽ സിനി ആർട്ടിസ്റ്റ് ലയ റോബിനുള്ള ഉപഹാരം മുഖ്യ രക്ഷാധികാരി റഹീം ആദവനാട് കൈമാറി. കൂട്ടായ്മ അംഗങ്ങളായ അറേബ്യൻ ബ്രോസ്റ്റഡ് നാസർ, A&B ട്രേഡിംഗ് ഹമീദ്, സിൽവോ ജ്വല്ലറി വാഹിദ് തുടങ്ങിയവർ കലാകാരന്മാർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രവാസ ജീവിതത്തിനിടയിൽ നിർബന്ധമായും ഒരു ചെറിയ സമ്പാദ്യമെങ്കിലും സ്വന്തം പേരിൽ സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രേക്ഷകരോട് ബഹ്റൈനിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ ചെമ്പൻ ജലാൽ ഉദ്ബോധിപ്പിച്ചു. പരിപാടികൾ കോർഡിനേറ്റർ ബിലാൽ, റിഷാദ് വാഴക്കോടൻ, റഷീദ് ബുർഹമ തുടങ്ങിയവർ നിയന്ത്രിച്ചു. പ്രസിഡന്റ് മുനീർ ഒറവക്കോട്ടലിന്റെ അധ്യക്ഷതയിൽ ജനറൽ സെക്രട്ടറി പ്രവീൺ മേൽപ്പത്തൂർ സ്വാഗതവും രക്ഷാധികാരി ഉമർ ഹാജി ചേനാടൻ, അഹമ്മദ് കുട്ടി തുടങ്ങിയവർ ആശംസകളും ഫാസ് ഫസൽ നന്ദിയും പറഞ്ഞു. ഇന്ത്യൻ സ്കൂൾ രാജ്യത്തിന്റെ 76ാമത് റിപ്പബ്ലിക് ദിനം ത്രിവർണ്ണ പതാക ഉയർത്തൽ ചടങ്ങോടെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനത്തോടെയും ആഘോഷിച്ചു. സ്കൂളിന്റെ ഈസ ടൗൺ ക്യാമ്പസ് ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ ഇരു ക്യാമ്പസുകളിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒത്തുചേർന്നു. സ്കൂൾ വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ ദേശീയ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്. സെക്രട്ടറി V രാജപാണ്ഡ്യൻ, അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാദമിക് അംഗവുമായ രഞ്ജിനി മോഹൻ, ഭരണസമിതി അംഗം ബോണി ജോസഫ്, പ്രിൻസിപ്പൽ VR പളനി സ്വാമി, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ, സീനിയർ സ്കൂൾ ആൻഡ് അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ G സതീഷ്, മിഡിൽ സെക്ഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ്, ജൂനിയർ വിംഗ് വൈസ് പ്രിൻസിപ്പലായ പ്രിയ ലാജി, സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് എന്നിവർ സന്നിഹിതരായിരുന്നു. പതാക വന്ദനത്തിന് ശേഷം സ്കൂൾ ബാൻഡ് ദേശസ്നേഹഗാനം ആലപിച്ചു. 2 ക്യാമ്പുകളിലെയും വിദ്യാർത്ഥികൾ ദേശസ്നേഹഗാനങ്ങളും നൃത്തങ്ങളും അവതരിപ്പിച്ചു. ദേശീയ ഗാനം, സ്കൂൾ പ്രാർത്ഥന, വിശുദ്ധ ഖുർആൻ പാരായണം എന്നിവയോടെയാണ് ജഷാൻമാൾ ഓഡിറ്റോറിയത്തിൽ ചടങ്ങ് ആരംഭിച്ചത്. CBSE പരീക്ഷയിൽ മികച്ച വിജയം നേടിയവർക്ക് ഗൾഫ് സഹോദയ അവാർഡുകൾ സമ്മാനിച്ചു. ബഹ്റൈൻ ജനറൽ സ്പോർട്സ് അതോറിറ്റി ആതിഥേയത്വം വഹിച്ച ഇന്റർനാഷണൽ സ്കൂൾ സ്പോർട്സ് ഫെഡറേഷൻ ഗെയിംസിൽ പങ്കെടുത്ത ബാഡ്മിന്റൺ കളിക്കാരെയും സ്കൂൾ ആദരിച്ചു. ബഹ്റൈൻ പുരുഷ ദേശീയ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ബാസിൽ അബ്ദുൽ ഹക്കീം, ബഹ്റൈൻ വനിതാ ദേശീയ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പൂർവജ ജഗദീഷ് ബാബു, ജാൻസി TM എന്നിവരെയും ആദരിച്ചു.
25 സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾക്ക് മികവിനുള്ള സർട്ടിഫിക്കറ്റുകളും 15 ബാൻഡ് വിദ്യാർത്ഥികൾക്ക് അഭിനന്ദന സർട്ടിഫിക്കറ്റുകളും ലഭിച്ചു. ഇന്ത്യൻ സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ലോഗോ രൂപകൽപ്പന ചെയ്ത ജൊഹാൻ ജോൺസൺ ടൈറ്റസിനെ ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു. മിഡിൽ സെഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസും വിദ്യാർത്ഥിനി റിക്ക മേരി റോയിയും റിപ്പബ്ലിക് ദിന പ്രഭാഷണം നടത്തി. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, ഭരണസമിതി അംഗങ്ങൾ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ എന്നിവർ മികവിനുള്ള സർട്ടിഫിക്കറ്റുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഒരു ഇടവേള. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. വാർത്തകൾ തുടരുന്നു. രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. ഇന്നു മുതൽ ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് തൊട്ടുമുൻപായി ഇന്ന് 12:30 UCC പ്രാബല്യത്തിൽ വന്നത്. ഉത്തരാഖണ്ഡിലെ മുഴുവൻ ആളുകൾക്കും സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന ഉത്തരാഖണ്ഡുകാർക്കും ഏക സിവിൽ കോഡ് ബാധകമായിരിക്കുമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കി. സംസ്ഥാന സെക്രട്ടേറിയൽ UCC പോർട്ടൽ അനാച്ഛാദനം ചെയ്യുന്ന പരിപാടിക്ക് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നേതൃത്വം നൽകി. മതം, ലിംഗഭേദം, ജാതി, സമുദായം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങളില്ലാത്ത സമത്വമുള്ള ഒരു സമൂഹത്തിന്റെ അടിത്തറ UCC സ്ഥാപിക്കുമെന്ന് ധാമി പ്രഖ്യാപിച്ചു. ജനങ്ങളോടും രാജ്യത്തോടുമുള്ള പ്രതിബദ്ധത സദാ നിറവേറ്റുന്ന ശക്തമായ സർക്കാരാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം ഭരിക്കുന്നത്. കാശ്മീരിന്റെ പ്രത്യേക അവകാശങ്ങൾ പരാമർശിക്കുന്ന
അനുച്ഛേദം 370 പിൻവലിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. രാജ്യത്ത് ആദ്യമായി ഏക സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നടപ്പാക്കാൻ സാധിക്കുന്നതും ഇവിടെ ഒരു കരുത്തുള്ള സർക്കാർ ഉള്ളതുകൊണ്ടാണെന്ന് പുഷ്കർ സിംഗ് ധാമി കൂട്ടിച്ചേർത്തു. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അപൂർവ രോഗം ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തു. ഗില്ലൻ ബാരി സിൻഡ്രോം അഥവാ GBS രോഗം ബാധിച്ചുള്ള ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തു. മഹാരാഷ്ട്രയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് രോഗം ബാധിച്ച് മരിച്ചത്. പൂനെയിലെ DSK വിശ്വ ഏരിയയിൽ താമസിച്ചിരുന്ന ഇദ്ദേഹത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഡയറിയ ബാധിക്കുകയായിരുന്നു. തുടർന്ന് സോലാപൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടുകയും തുടർന്നുള്ള പരിശോധനകളിൽ GBS ആണെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു. തുടർ ചികിത്സയ്ക്ക് വേണ്ടി ICUവിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ രോഗം ബാധിച്ചതിന് പിന്നാലെ ഇയാൾക്ക് കൈകാലുകൾ അനക്കാൻ സാധിച്ചില്ല. തുടർ പരിശോധനയിൽ ഇയാൾക്ക് രോഗം ഭേദമാകുന്നതായി കാണിച്ചതോടെ കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ ഇയാളെ ICUവിൽ നിന്ന് മാറ്റി. എന്നാൽ പിന്നീട് ശ്വാസതടസ്സം അനുഭവപ്പെടുകയും മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു. അതേസമയം നിലവിൽ 73 പേർക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 14 പേർ വെന്റിലേറ്ററിലാണ്. കഴിഞ്ഞ ദിവസം മാത്രം 9 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഗില്ലൻ ബാരി സിൻഡ്രോം ചികിത്സിച്ച് ഭേദമാക്കാവുന്ന രോഗമാണെന്നും ആളുകൾ പരിഭ്രാന്തരാകരുതെന്നും പൂനെ ന്യൂറോളജിക്കൽ സൊസൈറ്റി അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അപൂർവമായ രോഗമാണ് ഗില്ലൻ ബാരി സിൻഡ്രോം. രോഗപ്രതിരോധ സംവിധാനം ഞരമ്പുകളെ ആക്രമിക്കുന്ന അവസ്ഥയാണിത്. കഴുത്ത്, മുഖം, കണ്ണുകൾ തുടങ്ങിയവയെ രോഗം ബാധിക്കാം. കൈകാലുകൾക്ക് ബലക്ഷയവും മരവിപ്പും പക്ഷാഘാതത്തിന് വരെയും കാരണമാകാമെന്നും പഠനങ്ങൾ പറയുന്നു. സ്പർശനം അറിയാതെയാവുകയോ മരവിപ്പോ ഉണ്ടാവുക, നടക്കാനോ വിഴുങ്ങാനോ ശ്വസിക്കാനോ ഉള്ള ബുദ്ധിമുട്ട് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. അണുബാധയുണ്ടായി 6 ആഴ്ചയോളം കഴിഞ്ഞാണ് ഭൂരിഭാഗം പേരിലും രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുക എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ശ്വാസകോശ സംബന്ധമായ രോഗമോ ദഹനനാളത്തിലെ അണുബാധയോ GBSന്റെ ലക്ഷണങ്ങളാകാം. കൈകാലുകളുടെ ബലഹീനത രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ്. ഇത് ആദ്യം പാദങ്ങൾക്കാകാം അനുഭവപ്പെടുക, പിന്നീട് കൈകൾ, മുഖം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാം. ചിലരിൽ ആദ്യം മുഖത്തിലാകാം ഈ രോഗലക്ഷണം കാണിക്കുക. ക്യാമ്പിലോബാക്ടർ ജെജൂനി എന്ന ബാക്ടീരിയയാണ് വില്ലനാകുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട്. ആളുകളിൽ വയറിളക്ക രോഗത്തിന് കാരണമാകുന്ന ഒരുതരം ബാക്ടീരിയയാണ് ക്യാമ്പിലോബാക്ടർ. വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ ആകാം രോഗം പടർന്നിരിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. പഞ്ചാരക്കൊല്ലിയെ വിറപ്പിച്ച നരഭോജി കടുവ ചത്തു. ആശ്വാസത്തോടെ വയനാട്ടിലെ ജനങ്ങൾ. വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ കടുവ ചത്തു. രാധ എന്ന സ്ത്രീയെ കൊലപ്പെടുത്തി ഭക്ഷിച്ച നരഭോജി കടുവയാണ് ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. കടുവ ചത്ത വിവരം വനം വകുപ്പ് സ്ഥിരീകരിച്ചു. ഓപ്പറേഷനിടയിൽ ദൗത്യസംഘമാണ് ചത്ത നിലയിൽ കടുവയെ കണ്ടെത്തിയത്. കടുവയുടെ ശരീരത്തിൽ മുറിവുകളുണ്ട്. രാധയുടെ കൊലയ്ക്ക് ശേഷം വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്കും തെരച്ചിലിനും വിവാദങ്ങൾക്കും ഒടുവിലാണ് 4ാം നാൾ പഞ്ചാരക്കൊല്ലിയെ വിറപ്പിച്ച കടുവയുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. ദൗത്യസംഘത്തിന്റെ നൈറ്റ് പെട്രോളിംഗിനിടെ പുലർച്ചെ 2:30 കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കടുവയുടെ മരണകാരണം അറിയാൻ വിശദമായ പോസ്റ്റ്മോർട്ടം വേണ്ടിവരുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കും. കടുവ ചത്തതിൽ വലിയ ആശ്വാസമുണ്ടെന്ന് കൊല്ലപ്പെട്ട രാധയുടെ ഭർത്താവ് അപ്പച്ചൻ പറഞ്ഞു. കടുവയുടെ ദേഹത്ത് ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ പിലാക്കാവ് പ്രദേശത്തെ കടുവയെ കണ്ടതായി ദൗത്യസംഘം അറിയിച്ചിരുന്നു. ഇന്ന് കടുവയുടെ കാൽപ്പാട് കണ്ട് പരിശോധിച്ചപ്പോഴാണ് ഉദ്യോഗസ്ഥർ കടുവ ചത്തു കിടക്കുന്നതായി കണ്ടത്. കടുവയുടെ ദേഹത്തെ വരകൾ പരിശോധിച്ച് ചത്തത് നരഭോജി കടുവ തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. വനം മന്ത്രി AK ശശീന്ദ്രൻ രാവിലെ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പഞ്ചാരക്കൊല്ലിയിലാകെ ആശങ്ക പരത്തിയ കടുവയെ കണ്ടെത്തി കൊല്ലാൻ 10 സംഘങ്ങളെയാണ് നിയോഗിച്ചിരുന്നത്. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാള വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.